ആനീസ് ലോഗോസ് സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിനെ സ്തുതി. എഫെസുസ്കാർക്ക് എഴുതിയ പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനമാണ് വായിക്കുന്നത്. അഭിവാദനങ്ങൾ. ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്. 2. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. 3. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. 4. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. 5. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. 6. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. 7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. 8. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. 9. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. 10. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. 11. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. 12. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. 13. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. 14. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. 2-ാമത്തെ സബ് ഹെഡിങ് ക്രിസ്തു മഹോന്നതൻ. 15. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും 16. നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. 17. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. 18. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. 19. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. 20. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്.
21. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. 22. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. 23. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. വിശുദ്ധ പൗലോസ്ലീഹ തന്നെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: അപ്പോസ്തലനായ പൗലോസ്. 2. എഫേസുസിലെ ആർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്? ഉത്തരം: വിശുദ്ധർക്ക്. 3. ആരുടെ അപ്പോസ്തലൻ എന്നാണ് 1-ം വാക്യപ്രകാരം പൗലോസ്ലീഹയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: യേശു ക്രിസ്തുവിൻ്റെ. 4. എന്തിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്നാണ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: ദൈവ തിരുമനസ്സിനാൽ. 5. ആരിൽ നിന്നെല്ലാം കൃപയും സമാധാനവും എന്നാണ് ആശംസിക്കുന്നത്? ഉത്തരം: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും. 6. പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാൽ. 7. എന്തൊക്കെയാണ് വിശുദ്ധ പൗലോസ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം: കൃപയും സമാധാനവും. 8. ആരിൽ വിശ്വസിക്കുന്നവരായ എഫേസുസിലുള്ള വിശുദ്ധർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? ഉത്തരം: യേശു ക്രിസ്തുവിൽ. 9. ആരിൽ നിന്നെല്ലാം കൃപയും സമാധാനവും എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം: പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും. 10. ആർ സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം. 11. എന്തിനു മുമ്പ് തന്നെയാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. 12. ആരാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: ദൈവം. 13. ആരുടെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാനാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: ദൈവത്തിൻ്റെ. 14. എന്തിനു വേണ്ടിയാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. 15. എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാനാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: സ്നേഹത്തിൽ. 16. നാം ആരായി ദത്തെടുക്കപ്പെടണമെന്നാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത്? ഉത്തരം: അവിടുത്തെ, അതായത് ദൈവത്തിൻ്റെ പുത്രരായി. 17. ആര് വഴി നാം ദൈവത്തിൻ്റെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത്? ഉത്തരം: യേശു ക്രിസ്തു വഴി. 18. നമ്മെ പുത്രരായി ദത്തെടുക്കണമെന്ന് തൻ്റെ എന്തൊക്കെ അനുസരിച്ചാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത്? ഉത്തരം: തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച്. 19. ദൈവം നമ്മെ പുത്രരായി ദത്തെടുത്തത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. 20. നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ എന്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ദൈവം നമ്മെ പുത്രരായി ദത്തെടുത്തത്? ഉത്തരം: കൃപയുടെ. 21. ആരിലൂടെ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ദൈവം നമ്മെ പുത്രരായി ദത്തെടുത്തത്? ഉത്തരം: പ്രിയപ്പെട്ടവനിലൂടെ, അതായത് യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 22. ആരുടെ കൃപയുടെ സമൃദ്ധിയെക്കുറിച്ചാണ് 1-ാം ലേഖനം 7-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ. 23. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്കെന്താണ് കൈവന്നിരിക്കുന്നത്? ഉത്തരം: പാപമോചനവും
അവൻ്റെ രക്തം വഴി രക്ഷയും. 24 ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ആരിലാണ് പാപമോചനം കൈവന്നിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിൽ. 25 അവൻ്റെ രക്തം വഴി ഡാഷ് കൈവന്നിരിക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം രക്ഷയും. 26 ആരുടെ രക്തം വഴിയാണ് നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ. 28 എന്താണ് അവിടുന്ന് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത്? ഉത്തരം കൃപ. 29 ആരാണ് തൻ്റെ കൃപ നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത്? ഉത്തരം ദൈവം. 30 ഈ കൃപ ദൈവം തൻ്റെ എന്തിലൊക്കെയാണ് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത്? ഉത്തരം ജ്ഞാനത്തിലും വിവേകത്തിലും. 31 ദൈവം തൻ്റെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ഉത്തരം പദ്ധതിയുടെ രഹസ്യം. 32 തൻ്റെ എന്തനുസരിച്ചാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്തത്? ഉത്തരം തൻ്റെ പദ്ധതി അനുസരിച്ച്. 33 തൻ്റെ എന്തനുസരിച്ചാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം മനസ്സിലാക്കി തന്നത്? ഉത്തരം അഭീഷ്ടം. 34 ആരിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ചാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ഉത്തരം ക്രിസ്തുവിൽ. 35 എല്ലാറ്റിനെയും ആരിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ഉത്തരം ക്രിസ്തുവിൽ. 36 എവിടെയൊക്കെയുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും. 37 ഇത് എപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ഉത്തരം കാലത്തിൻ്റെ പൂർണ്ണതയിൽ. 38 എല്ലാം പൂർത്തിയാക്കുന്ന ആരെക്കുറിച്ചാണ് എഫേസ്യസ് ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ദൈവത്തെക്കുറിച്ച്. 39 തൻ്റെ എന്തനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നവനാണ് ദൈവം? ഉത്തരം ഹിതമനുസരിച്ച്. 40 തൻ്റെ എന്തനുസരിച്ചാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്തത്? ഉത്തരം പദ്ധതി അനുസരിച്ച്. 41 ക്രിസ്തുവിൽ നാം എന്തർപ്പിച്ചുവെന്നാണ് എഫേസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം പ്രത്യാശ. 42 ക്രിസ്തുവിൻ്റെ എന്തിനൊക്കെ വേണ്ടി നാം ജീവിക്കുന്നതിന് വേണ്ടിയെന്നാണ് എഫേസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം മഹത്വത്തിനും സ്തുതിക്കും. 43 ആരെക്കുറിച്ചാണ് എഫേസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ക്രിസ്തുവിനെ കുറിച്ച്. 44 നാം എല്ലാവരും എന്തിനാലാണ് മുദ്രിതരായിട്ടുള്ളത്? ഉത്തരം പരിശുദ്ധാത്മാവിനാൽ. 45 എപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനാലാണ് നാം മുദ്രിതരായിട്ടുള്ളത്? ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട. 46 പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിട്ടുള്ള നിങ്ങൾ എന്താണ് ശ്രവിക്കുന്നത്? ഉത്തരം സത്യത്തിൻ്റെ വചനം. 47 പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിട്ടുള്ള നിങ്ങൾ എപ്രകാരമുള്ള സത്യത്തിൻ്റെ വചനമാണ് ശ്രവിക്കുന്നത്? ഉത്തരം രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം. 48 പരിശുദ്ധാത്മാവിൽ മുദ്രിതരായിട്ടുള്ള നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിൽ. 49 നാം എന്ത് വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് എഫേസ്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം അവകാശം. 50 നാം എന്ത് പ്രകീർത്തിക്കാനുള്ള അവകാശം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം മഹത്വം. 51 ആരുടെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശമാണ് നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ. 52 ആ അവകാശത്തിൻ്റെ ഡാഷ് ആണ് ഈ പരിശുദ്ധാത്മാവ്, പൂരിപ്പിക്കുക. ഉത്തരം അച്ചാരമാണ്.
54 ആരിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കർത്താവായ യേശുവിലുള്ള വിശ്വാസം. 54 ആരോട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം വിശുദ്ധരോട്. 55 എന്തൊക്കെ കേട്ടപ്പോൾ മുതൽ ആണ് പൗലോസ്ലീഹ തൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ അനുസ്മരിക്കുന്നത്? ഉത്തരം കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ. 56 ഇവ കേട്ടപ്പോൾ മുതൽ വിശുദ്ധ പൗലോസ് നിങ്ങളെ എന്തിലാണ് അനുസ്മരിക്കുന്നത്? ഉത്തരം തൻ്റെ പ്രാർത്ഥനകളിൽ. 57 എന്തിൽ നിന്നെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ വിരമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്? ഉത്തരം തൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്നും. 58 17-ാം വാക്യത്തിൽ ആരുടെ പിതാവിനെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ കുറിച്ച്. 59 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തിൻ്റെ ആത്മാവിനെയാണ് പ്രദാനം ചെയ്യുന്നത്? ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. 60 ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ എന്തിലേക്ക് നയിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പൂർണ്ണമായ അറിവിലേക്ക്. 61 ദൈവം നിങ്ങളുടെ എന്തിനെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആന്തരിക നേത്രങ്ങളെ. 62 ദൈവം ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്? ഉത്തരം അറിയാനും മനസ്സിലാക്കാനും. 63 എന്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനാണ് അവിടുന്ന് നമ്മെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത്? ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി. 64 എങ്ങനെയുള്ള മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനാണ് അവിടുന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത്? ഉത്തരം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി. 65 വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കേണ്ടത് ദൈവത്തിൻ്റെ അപരിമേയമായ എന്ത് മാത്രമാണെന്നാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത്? ഉത്തരം ശക്തിയുടെ മഹനീയത. 66 ദൈവത്തിൻ്റെ ശക്തി ആദ്യം പ്രകടമായത് എപ്പോൾ? ഉത്തരം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ. 67 ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ പ്രകടമായത് രണ്ടാമത് എപ്പോഴാണ്? ഉത്തരം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുവശത്ത് ഇരുത്തിയപ്പോൾ. 68 ദൈവം എല്ലാറ്റിനും ഉപരിയായി ഉപവിഷ്ടനാക്കിയത് ആരെ? ഉത്തരം ക്രിസ്തുവിനെ. 69 എത്ര കാര്യങ്ങൾക്ക് ഉപരിയായാണ് ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത്? ഉത്തരം 5 കാര്യങ്ങൾക്ക് ഉപരിയായി. 70 ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കി ഒന്നാമത് എന്താണ്? 1ഉം 2ഉം കാര്യങ്ങൾ ആദ്യം പറയുക. 1 ആധിപത്യങ്ങൾക്ക്, 2 അധികാരങ്ങൾക്ക്. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയ 3ഉം 4ഉം കാര്യങ്ങൾ ഏതെല്ലാം? 1 ശക്തികൾക്ക്, 4 പ്രഭുത്വങ്ങൾക്ക്. 72 ദൈവം എന്തിനെയാണ് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത്? ഉത്തരം എല്ലാ വസ്തുക്കളെയും. 73 ദൈവം എല്ലാറ്റിനും മുകളിൽ എന്തിന് തലവനായാണ് ക്രിസ്തുവിനെ നിയമിച്ചത്? ഉത്തരം സഭയ്ക്ക് തലവനായി. 74 അറിയപ്പെടുന്ന എല്ലാം എന്തിനുപരിയായാണ് ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത്? ഉത്തരം നാമങ്ങൾക്ക് ഉപരി. 75 സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ഉത്തരം ശരീരം. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.